ഹലോ, എന്താ പരിപാടി? ഞായറാഴ്ച അല്ലേ? ആ, എന്താ വിചാരിച്ചെന്ന് വെച്ചാലേ എന്റെ വകെ ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അമ്പോ, അതെന്താ ചിക്കനാണ് വെച്ചിരിക്കുന്നത്? യെസ്, 1 kg 300 ഗ്രാമിന്റെ ചിക്കൻ. ഓക്കെ, അപ്പൊ എല്ലാരോടും എന്നാ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞേ. പറയണ ആ മക്കളെ കേറി പോരി. കൊറിയാണ്ടർ പൗഡർ ഇല്ലല്ലോ. കൊറിയാണ്ടർ പൗഡർ അവിടെ കറിയും ബട്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. എന്തിനാ വാവേ നീ വന്നേ? നിനക്ക് ചിക്കൻ കറി വേണോ? ചിക്കൻ കറിയല്ലേ, ചിക്കൻ പെരട്ടല്ലേ? പെരട്ട് ആയിട്ടില്ലടാ, തിന്നോ. ഓക്കെ, ആദ്യം എന്താ ചെയ്യുന്നേ? സ്റ്റവ് കത്തിച്ചു. നല്ലൊരു കാര്യം. നെക്സ്റ്റ് പാത്രം വെച്ചു. അതും നല്ല കാര്യം. നെക്സ്റ്റ് ഈ പാത്രം ചൂടാവണം. ഓ, ഈ പാത്രാണോ? ഈ പാത്രം ചൂടാവണം. ആ, ചൂടായിട്ട് ഇത് ഇങ്ങനെ ഈ കൊറിയാണ്ടറിന്റെ ഇത് തുറക്കുക. ഒരു സ്പൂണിൽ ഉണ്ടായിരുന്നു, ആ സ്പൂൺ എടുക്കുക. എന്നിട്ട് അത് ചൂടാവുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക. ചൂടായി അറിയാൻ കൈ തരാണെങ്കിൽ വെച്ച് നോക്കി പിന്നെ ചൂടായി അറിയാൻ പറ്റുമെന്ന് അറിയാം. ചിക്കൻ വരട്ടല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാ? വരട്ടി വയ്ക്കാൻ കൈയൊക്കെ വരുമില്ലേ? ഇനി ഇതാ ഇങ്ങനെ എണ്ണ ഒഴിക്കണ്ട. സോറി, അതെ, ഇതിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വറുക്കുക. ആ ശരി ശരി. ഓ, എണ്ണ ഒഴിക്കണ്ട അല്ലേ? വേണ്ട. ഓക്കെ, പറഞ്ഞാ പോരെ. എന്തൊക്കെ ഇടുന്നെന്ന് പറ. ഇതിപ്പോ മല്ലിപ്പൊടി ഇട്ടു, ഇപ്പൊ മുളക് പൊടി 2 ടീപ്പ് ഇട്ടുന്നുണ്ട്. കുറച്ച് കാശ്മീരി മുളക് ഇട്ടു, പിന്നെ ശരിക്കുള്ള എരിവുള്ള മുളക് ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ആർക്ക് വേണ്ടിട്ട്? റീഫിൽ ചെയ്തിട്ടിട്ടില്ല. ഇതിപ്പോ ആരും ഇതിനുള്ളിൽ പണിയെടുക്കണ ഇത് കണ്ടാ തോന്നും 10 ദിവസമായിട്ടുള്ള പണി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇന്നലെ രാവിലെ ആരാ ഭക്ഷണം ഉണ്ടാക്കി തന്നെ? അതെനിക്കറിയാൻ പാടില്ല. ഉണ്ടാക്കി തന്നതൊക്കെ നൂഡിൽസ് ഒക്കെ തന്നെയല്ലേ, അതിന് മല്ലി മുളകൊന്നും വേണ്ടല്ലോ. ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യണം കേട്ടാ, ഇതിന്റെ ഡിസ്ക്ലെയിമർ കൊടുക്കണം. ഇതിന് മുന്നേ ആയിട്ട് ഈ ചെയ്തോണ്ടിരിക്കുന്നവൻ, അതായത് ഞാൻ ഷെഫ് അല്ല എന്നുള്ളത്. ഏതോ ഒരു യൂട്യൂബിൽ ആരോ ചെയ്ത കാര്യം കണ്ടിട്ട് 3 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ ഭക്ഷണം ഒട്ടും ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത എന്റെ ഭാര്യക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് തുടർച്ചയായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയായി എന്നുള്ളത് എല്ലാരെയും അറിയിക്കണം. അറിയിക്കൂല. എന്താ അറിയിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആരും അനുകരിക്കരുതെന്ന് പറയുന്നത് അതിന് വേണ്ടിട്ടാ. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണ്ടേ? തീർക്കട്ടെ, എന്നിട്ട് പറഞ്ഞ പോലെ അടുത്തെന്താ ചെയ്യണ്ടേന്ന് ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ, എന്നിട്ടെന്താ ചെയ്യണ്ടേന്നുള്ളത്. ശരി, എന്നാ ചിക്കനെ ഫോക്കസ് ചെയ്യട്ടെ. പിന്നെ എന്റെ ആര് ഫോക്കസ് ചെയ്യും? മാറിക്കൂട്ടി. താഴെ ഉണ്ടാവും. അടുത്തത് കുരുമുളക് പൊടി. കോൺസെൻട്രേഷൻ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണോ? ചിക്കനും വേണ്ട ഒരു രസം. അടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നാരങ്ങ ഇതെടുക്കാം. ഇതെടുക്കണം. ഇതൊരെണ്ണം മതി. ആദ്യം ഇതിലൂടെ സ്വീറ്റ്സിനെ പുറത്ത് പറയാം നമുക്ക്. ഇതൊക്കെ ആദ്യം ചെയ്തു വെച്ചൂടെ? ഷെഫിന് ഇതൊന്നും അറിയില്ലേ? വീഡിയോ ഓഫ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഉത്തരം പറഞ്ഞത് വേണ്ട. എന്താ ഭരണേ ഇനി ഫൈനലായിട്ട് ഒന്ന് പറഞ്ഞുതരും എന്തൊക്കെയാ ചെയ്തു ഇതിലെന്ന്. ചിക്കൻ അതിന്റെ മേലെ ആ വറുത്തതൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെന്താ അത്രയല്ലേ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞ് അതൊക്കെ വറുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ പെപ്പർ പൗഡർ ഇട്ടു, പിന്നെ നാരങ്ങ പിഴിഞ്ഞു. ഓക്കെ, എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ സമ്മതിക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കിട്ടുള്ളൂ. അതെങ്കിലും
സത്യം ഈ ഇവിടെ നോക്കി പറ. ആഴ്ചക്ക് ദിവസം ചിക്കൻ വാങ്ങിക്കും, നമ്മൾ 4 ദിവസം തിന്നുവത്. ശരി, അതിന്റെ കൊയാന്ന് കുഴക്കണം. നല്ല വൃത്തിക്ക് കുഴക്കണം. എന്തെങ്കിലും ആവട്ടെ, കുഴച്ചാ പോരെ. ഇതിനൊരു അവസാനമുണ്ട് ഈ കുഴക്ക്. പിടിക്കണം. കണ്ടില്ലേ, വെളുത്തില്ലേ, വെളുത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആ ഞാന് കാര്യം മറന്നുപോയി. ഉപ്പിട്ടാ? ഓ, ഉപ്പ് മുളകാണ് പിടിക്കേണ്ടത്. അവിടുന്ന് അച്ഛൻ കമന്റ് അടിച്ചു. കാരണം ഇവിടെ ഉപ്പിന് പ്രശ്നങ്ങളുള്ള കുറെ പേരുള്ളതുകൊണ്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ടാൽ മതി. കഴിഞ്ഞാ ഇങ്ങനെ അന്തസ്സായിട്ട് ഇരിക്കുക. നീ കുറച്ച് നേരം റിലാക്സ് ചെയ്തോട്ടെ ചിക്കൻ. ഓക്കെ. അപ്പൊ റിലാക്സ് ചെയ്യാനായിട്ട് നമ്മളെ കാണാൻ പാടില്ല ചിക്കൻ. നമ്മളിനി അടുത്തത് എന്താ ചെയ്യാൻ പോണത്, ചിക്കൻ കാണാൻ പാടില്ല. അതുകൊണ്ട് അതിനെ വെച്ചിട്ട് വെക്കുക. എന്നിട്ട് ഇതിനെടുത്തുനിന്ന് മാറ്റി വെക്കുക. എന്താ ഇനി കുട്ടീനെ കരയിപ്പിക്കുന്ന സാധനം മുറിക്കണം നമ്മള്. അതെന്താ? ഉള്ളി. യെസ്. ഇനി ഞാൻ വീഡിയോ എടുക്കാം, നീ കട്ട് ചെയ്തോ. വേണ്ട, സ്വന്തം ഉണ്ടാക്കിയാ മതി. ഭാര്യമാരെ ഒരിക്കലും നമ്മൾ സഹായിക്കാൻ പോരുന്ന. അത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം വൃത്തിയാക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ മറന്നുപോയി. ആ ചിക്കനിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി കഴുകി അങ്ങോട്ട് ചേർത്ത് വെക്കണം. രണ്ടാമത്തെ കാര്യം മറന്നു വന്ന ഒരു കാര്യമല്ല പറഞ്ഞതല്ല, ഞാനൊരു പ്രൊഫഷണൽ ഷെഫ് അല്ലാന്നുള്ളത്. പ്രൊഫഷണൽ ഷെഫ് അല്ലാന്ന് ഞാൻ പറഞ്ഞതല്ല. ഇതിങ്ങനെ ഇട്ടിട്ട് കരിവേപ്പില സുഗന്ധമൊക്കെ വരണ്ടേ, അത് വരാനായിട്ട്. ഇനി 2 സവോള. ഇതൊരു കുഞ്ഞിതും ഇതൊരു മീഡിയം എന്നാണെങ്കിൽ പറയാം. ആദ്യം ഇതിനെ മുറിക്കണം. അതിന്റെ മൂട് മുറിച്ചു, തല മുറിച്ചു. ഈ കത്തി കൊണ്ടാണ് നീ പണിയെടുക്കണത്. മുറിച്ചില്ലേ? ഞാൻ മുറിക്കുമ്പോ മുറിച്ചുണ്ടാവാറുണ്ടല്ലോ. മുറിക്കോണ്ടേ മുറിക്കാറ്. നാളെ തൊട്ട് പട്ടിണി. ഏതൊരു സാധനത്തിൽ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെവിയില് കണ്ണിലേക്ക് അടിക്കില്ല. ചെവിയിലേക്ക് അടിക്കില്ലെന്നോ? കാര്യം ചെയ്യാം, ഈ മൂടി ഇങ്ങനെ എടുത്തിട്ട് ഒരു ട്രൈ നടത്താൻ. അല്ല, ചിലവര് ഒരു സ്പൂൺ വെച്ചാല് വായില് വായില് സ്റ്റീലിന്റെ സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് മുറിച്ചാൽന്ന്. സത്യായിട്ടും ഇതിപ്പോ വെക്കാട്ടാ, ട്രൈ ചെയ്ത് നോക്ക്. മുറിക്കേ. വീട്ടില് സന്തോഷം സമാധാനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാന്നുള്ളത് എപ്പോഴും ഡിസ്ക്ലൈമറിൽ ഇട്ടോണ്ടിരിക്കണം. ശരി, എന്നാ അത് മുറിച്ച് കഴിയുമോ? ബാക്കിയുള്ള ഭർത്താക്കന്മാർക്ക് ഫോളോ ചെയ്യാൻ. അടുത്തത് എന്താ? പച്ചമുളക്. ഇത് ഞാൻ പറയണ എത്ര എണ്ണം എടുക്കുന്നുണ്ട് അത് പറഞ്ഞൂടെ? 4 എണ്ണം. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്താ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇടുക. തട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? എപ്പോഴും ആദ്യം പറയാ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ഇട്ട് മൂപ്പിക്കണം എന്നാ പറയാ. ഇത് നമ്മൾ ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ട് എണ്ണയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാല് പടപടപടാന്ന് പൊട്ടും. അതെനിക്ക് പേടിയാ. അതുകൊണ്ട് എന്റെ ഭാര്യ പറഞ്ഞു ഈ സവോളയുടെ ഇട്ടതിന് ശേഷം കൂടി ഇട്ടാൽ മതിയെന്ന്. കുക്കിംഗ് രീതി അല്ലായിരുന്നു കേട്ടോ, മനസ്സിലാക്കില്ല. തകർക്കണം കേട്ടാ, നിന്ന് ഇരുന്നാ പോരാ. ഡീമോട്ടിവേറ്റിംഗ് സാധനം.
എണ്ണ കൊണ്ടൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്കിന്നെ ഒന്ന് അടച്ചങ്ങോട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ അങ്ങനെ. അപ്പോൾ വെള്ളം അങ്ങനെ വന്നോളൂ എന്നോട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയി ഇപ്പം ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനോട് എന്താ സംഭവിച്ചേക്കണേ നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം. യെസ്, സ്വയം വെള്ളം ഇറങ്ങി, നെയ്യൊക്കെ ഉരുകി, സാധനം ഇപ്പം ഒന്ന് സെറ്റായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കണം. നമുക്കിനി കുറച്ച് ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒടിക്കൽ ചിക്കൻ മസാല വീട്ടിലിരിക്കാൻ വേണ്ടി കുറച്ച് ദിവസമായി. പിന്നെ കുറച്ച് വഴിക്ക് പോകണ്ടേ. ഫിഷ് മസാലയും മട്ടൻ മസാലയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല മസാല ഇടാനായിട്ട്. ഞാൻ എഗ് മസാല കൂടി ആഡ് ചെയ്തിട്ടുള്ളില് ഞാനൊന്നും പറയുന്നില്ല. ഉണ്ടാക്കാറിയൊന്നുമില്ല, ഉണ്ടാക്കുന്നവരെ ചോദ്യം ചെയ്യാൻ കൊടുക്കണം. ഒന്നങ്ങൾ നോക്കാം. ഇത് തന്നെയാണ് ചിക്കൻ പെരട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് നല്ല ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പൊറോട്ടൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും. പൊറോട്ട അങ്ങനെ ഒരു കണിക്ക് ഓക്കെ അല്ലേ? റൂമിലേക്ക് എപ്പടി ഇരിക്ക്. അല്ലേലും പണിയെടുക്കാണ്ട് തിന്നുമ്പോ നല്ല ടേസ്റ്റാ. അപ്പൊ ശരി, എന്നാ താങ്ക് നോട്ട് അടിച്ചോ. അപ്പം if you like this video, please share, like and subscribe. തിന്നി